ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് പരിപാടികൾ? ഇന്നിവിടെ ഒരു വർക്കിംഗ് ഡേ ആണ്. ഇന്നിവിടെ ഉച്ചയ്ക്കാണ്. ഇപ്പം 12:50. അപ്പം ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഒരു ലഞ്ചിന് പോവാം. ഞാനും വൈഫും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളൊരു വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലഞ്ച് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്നാണ്. അപ്പം ഞങ്ങളിന്നൊരു ഫ്യൂഷൻ മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റിൽ പോവാണ്. ചുമ്മാ റൂട്ടൊക്കെ ഒന്ന് പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഏരിയയിൽ തന്നെയാണ്. ഡബ്ലിൻ സിറ്റി ലിമിറ്റിലാണ്. നമ്മളിതിപ്പം ക്രോസ് ചെയ്ത് പോവാണ്. നമ്മൾ ഈ റോഡിൻ്റെ പേര്, താഴത്തെ റോഡിൻ്റെ പേര് 580 ആണ്. 580 നമ്മൾ ക്രോസ് ചെയ്ത് പ്ലസൻറ്റൺ ഏരിയയിലോട്ട് പോവാണ്. ഡബ്ലിനും പ്ലസൻറ്റണും ഒരു ട്വിൻ സിറ്റീസ് എന്ന് പറയും. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഹൈവേൻ്റെ ഉള്ള സ്ഥലം. ഈ കാണുന്ന പ്ലസൻറ്റാണ്. ഈ കാണുന്നത് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്ന സ്ഥലം ഡബ്ലിൻ. ഇവിടെ ഒരു മെക്ഡി ഒക്കെ ഉണ്ട്. മെക്ഡി ഉണ്ട്, ഒരു US ഫ്ലാഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് ഈ ഒരു കോംപ്ലക്സിൽ. അങ്ങനെ കുറേ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, വെൽക്കം ടു പ്ലസൻറ്റൺ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സിറ്റി നമ്മൾ മാറുമ്പോൾ ഒരു സിറ്റി ബോർഡ് ഉണ്ടാവും. ഇപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം പ്ലസൻറ്റണിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 79,000 ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനേക്കാളും കൂടിയിട്ടുണ്ടാവും കേട്ടോ. ഇവരിടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുമത്. എനിക്ക് തോന്നുന്നു ഇയർലി വൺസ് ഒക്കെ ചിലപ്പം അവരുടെ സെൻസസ് ഒക്കെ എടുത്ത് അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലസൻറ്റന് കുറച്ചുകൂടി ഒരു ഗ്രീൻ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ അവിടുത്തെ ആ ഹിൽസ് ഒക്കെ ഉണ്ടല്ലേ ഫ്രണ്ടിലത്തെ, ആ ഹില്ലൊക്കെ കുറച്ചുകൂടി ഒരു മരങ്ങളും ഒക്കെ ആയിരിക്കുന്നതാണ്. നമ്മൾ ആ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന വഴിയാണ്. ഇതിങ്ങനെ ഒരു ലോക്കൽ റൂട്ടാണ്. ഇപ്പം ഇവിടെ ഓരോ ബാങ്ക്, ഇത് ചേസ് ബാങ്കാണ് സൈഡത്തെ. അങ്ങനെ ഇവിടെ വേറെ വീടുകളും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ നല്ലൊരു രസമുള്ള ഒരു സ്ഥലമാണ്, നല്ലൊരു റൂട്ടാണ്. ഇതിപ്പോൾ ഇവിടുത്തെ എനിക്ക് ചില ഹൈവേകളെക്കാളും ഇപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റ് റോഡൊക്കെ ഭയങ്കര രസമാണ്. ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ, നമ്മുടെ ഒരു പഴയ ഒരു ബാംഗ്ലൂർ ലുക്കൊക്കെ ഉണ്ടല്ലേ. സൈഡിൽ ഇങ്ങനെ മരങ്ങൾ, അല്ല അവിടെ ഇവിടെ മരങ്ങളാണ്. ഇവിടെ അങ്ങനെ വല്ലാണ്ട് അതൊന്നും കളഞ്ഞിട്ടില്ല എക്സ്പാൻഷൻ്റെ ഭാഗത്ത്. ഇതൊക്കെ വലിയ മരങ്ങളാണ് ശരിക്കും. ഇപ്പം എനിക്കൊന്ന് സീസണും കൂടെ ആയതുകൊണ്ട് എല്ലാം നല്ലൊരു ഗ്രീൻ രീതിയിലാണ് മൊത്തത്തിൽ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് കേട്ടോ, ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. കോക്കനട്ട് ഹിൽ എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. ഞങ്ങളൊക്കെ പോകാറുള്ളൊരു സ്റ്റോറാണ്. അവിടെ അത്യാവശ്യം നമ്മുടെ നാട്ടിലത്തെ കേരള ഐറ്റംസ് ഒക്കെ കിട്ടും. കേരള നമ്മുടെ ഏത്തക്ക, ഏത്തപ്പഴം, പിന്നെ നമ്മുടേതായ വെജിറ്റബിൾസും അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഫ്രോസൺ കോക്കനട്ട്, ഫ്രോസൺ കപ്പ, ഫ്രോസൺ ചക്ക എല്ലാം കിട്ടും ഇവിടെ. അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടും. ഇടയ്ക്ക് പോകാറുണ്ട്. നിങ്ങൾ പ്ലസൻറ്റൺ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ട്രൈ ആവുന്നൊരു ഷോപ്പാണ്. അത്രയും ഭയങ്കര വലുപ്പമില്ല, കുറച്ച് ക്രാമ്പിയാണ്, പക്ഷെ എന്നാലും സാധനങ്ങളെല്ലാം കിട്ടും അവിടെ. ഇതൊരു വലിയൊരു സിഗ്നലാണ് ഇപ്പം ഇവിടെ ഉള്ളത്. ഇത് ഫ്രണ്ടിലത്തെ വണ്ടി കണ്ടോ, ഇതിവിടുത്തെ ഒരു വലിയൊരു SUV ആണ്, ഫുൾ സൈസ് SUV ആണ്. ഷെവി ടാഹോ എന്ന് പറയും. ഷെവർലേക്ക് ഷെവി എന്നാണ് അമേരിക്കയിൽ പറയാറ്. ഇന്ത്യയിൽ അങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ, ഷെവർലെ എന്നല്ലേ പറയാറ്. അപ്പോൾ ഇത് ഷെവി ടാഹോ എന്ന് പറയും. ടാഹോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഒരു വലിയൊരു ലേക്കാണ് കാലിഫോർണിയയിൽ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവിടുത്തെ കുറേ വണ്ടികളുടെ പേര് അങ്ങനെയാണ് കേട്ടോ. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഈ നാഷണൽ പാർക്കിൻ്റെ പേരുകളും സ്ഥലങ്ങളുടെ പേരൊക്കെ വെച്ചിട്ടാണ് വണ്ടികളുടെ പേരിടുന്നത്. ഇപ്പം ടാഹോ ഉണ്ട്, പിന്നെ ടൊയോട്ടേൻ്റെ സെക്കോയ ഉണ്ട്. സെക്കോയ ഇവിടുത്തെ വേറെ നാഷണൽ പാർക്കാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പീറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. ഇപ്പം ഷെവീൻ്റെ ടാഹോയും ടൊയോട്ടേൻ്റെ സെക്കോയും സിമിലർ റേഞ്ച് ഫുൾ സൈസ് SUV ആണ്. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു അങ്ങനെയൊക്കെ ഇടുന്നതായിരിക്കും. ഇതിവിടുത്തെ ഒരു പാർക്കാണ്. ഈ റൈറ്റ് സൈഡിൽ നല്ലൊരു ഗ്രാസ് ആയിട്ടുള്ള ഒരു പാർക്കാണ്. സ്കൂളുകളുണ്ട് ഫ്രണ്ടിൽ. ഇവിടുത്തെ ഒരു ഹൈസ്കൂളുണ്ട് പ്ലസൻറ്റണിലെ. ഒരു പഴയൊരു സിറ്റിയാണ് പ്ലസൻറ്റൺ. ഇതൊരു എലമെൻ്ററി ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഏതാണ്, അലീസൽ എലമെൻ്ററി. കാണാൻ പറ്റുമെന്ന് അറിയില്ല, അങ്ങനെ ഉള്ളിലോട്ടാണ്. പിന്നെ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഇവിടെ ഒരു പഴയൊരു പോസ്റ്റ് ഓഫീസാണ്. ഇവിടുത്തെ അമേരിക്കയിലെ പോസ്റ്റ് ഓഫീസിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റ് ഓഫീസ് എന്നാണ് പറയുക. USPS എന്നാണ് പറയുന്നത് സാധാരണ. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റൽ സർവീസ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യൻ പോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ
ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്ഥലം എത്താറായി. ഞങ്ങളിന്ന് പോകുന്നത് ഒയാസിസ് റെസ്റ്റോറൻ്റാണ്. ഒയാസിസ് റെസ്റ്റോറൻറ്റ് ആൻഡ് വൈൻ ലോഞ്ച് എന്ന് പറയും. അതൊരു മെഡിറ്ററേനിയൻ സ്റ്റൈലാണ്. മെഡിറ്ററേനിയൻ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കുറച്ചുകൂടെ ദൂരെ വേറെ സ്ഥലത്ത് പോകണമെന്നാണേ. പിന്നെ നമ്മൾ ഈ വീക്ക് ഡേയും പിന്നെ ഞങ്ങൾക്കൊരു ബേബിയുണ്ട്. അപ്പം ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം ഡൗൺ ടൗൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. പ്ലസൻറ്റൺ ഡൗൺ ടൗൺ ഈ ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺ ടൗണൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിപ്പം കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊരു പഴയൊരു ഡൗൺ ടൗൺ ആണ്, പ്ലസൻറ്റൺ ഡൗൺ ടൗൺ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം വലിയൊരു സിറ്റീൻ്റെ ഡൗൺ ടൗൺ പോലെയല്ല, ഒരു ചെറിയൊരു ഡൗൺ ടൗൺ. ഇപ്പോൾ അവിടെ എഴുതിക്കുന്നത് കണ്ടോ, വിസിബിൾ ആണെന്നറിയില്ല, പ്ലസൻറ്റൺ വെൽക്കം ടു ഡൗൺ ടൗൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാർക്കിംഗ് കണ്ടുപിടിക്കൽ കുറച്ച് ചടങ്ങായിരിക്കും, വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. കാരണം ഇത് വീക്ക് ഡേ ഒക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരു രസമുണ്ട് അല്ലേ, ഈ ഇവിടെ ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് സൈഡിൽ. അപ്പം ക്രിസ്മസ് ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു വൈബ് ഉണ്ടാവും അവിടെ, കുറച്ചുകൂടി ഒരു ലൈറ്റ്സും ഒക്കെ ആയിട്ട് രസമുണ്ടാവും. ഇപ്പം എനിക്ക് തോന്നുന്നത് നോർമൽ ഒരു വീക്ക് ഡേ ഒക്കെ ആയതുകൊണ്ട് വലിയ ഒരു റഷൊന്നും ഉണ്ടാവില്ല. നോർമൽ ഒരു ചെറിയൊരു കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട്. ഇതുകൊണ്ട് ഈ ട്രക്ക് കണ്ടോ, F-150. ഇവിടുത്തെ ഒരു ഫേമസ് ട്രക്കാട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ട്രക്ക് അവിടെയുണ്ട്, ടണ്ട്ര എന്ന് പറഞ്ഞാൽ ആ കാണുന്നത് ഫ്രണ്ടിൽ, അത് ടൊയോട്ടേൻ്റെയാണ്. വണ്ടികൾ ക്രേസുള്ള ആൾക്കാർക്ക് രസമാണ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ വലിയ വണ്ടികൾ ഇഷ്ടംപോലെ ഇങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റും, സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാൻ, വെഹിക്കിൾ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി. ഇത് കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു ട്രാഫിക്. ഇത് പെട്ടെന്ന് കണ്ടില്ല. ഇപ്പോൾ FSD നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, FSD പെട്ടെന്ന് റൈറ്റിലോട്ട് എടുത്തു. അതെനിക്ക് തോന്നി ആ സ്ഥലം എത്താറായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കട്ടെ. എനിക്ക് തോന്നി ഈ റെസ്റ്റോറൻറ്റ് ഓൾമോസ്റ്റ് എത്തി. ഞങ്ങൾ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഞാൻ ആ സ്പോട്ടിലോട്ട്. ഇതിപ്പം ഡൗൺ ടൗൺ ആട്ടോ, പ്ലസൻറ്റൺ ഡൗൺ ടൗൺ ഏരിയ ആണ്. നല്ലൊരു വൈബൊക്കെ ഉണ്ട്. ഇവിടെ എനിക്കൊന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ലൈറ്റ്സ്, ഇവിടുത്തെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണ്. ഇതല്ലേ ഡൗൺ ടൗൺ വ്യൂ ഒക്കെ. നമുക്ക് ക്രോസ് ചെയ്യാറായി കണ്ടോ. ഇങ്ങനെ ലൈറ്റ് ലാസ്റ്റ് തീരാറാകുമ്പോഴത്തേനും ഒരു സെക്കൻഡ്സ് ഒക്കെ വരും. അങ്ങനെ ഇതിങ്ങനെ ഡൗൺ ടൗൺ കുഴപ്പമില്ല, പഴയൊരു ഡൗൺ ടൗൺ ആണ്. പഴയ ബിൽഡിങ്സൊക്കെ കണ്ടില്ലേ, ബ്രിക്കൊക്കെ ഇട്ടിട്ടുള്ള ബിൽഡിങ്സ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇല്ല ഒയാസിസ് എന്ന് എഴുതിക്കുന്ന കണ്ടില്ല. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലയെന്ന് തോന്നുന്നത്, കാരണം വീക്ക് ഡേ ഒക്കെ ആയതുകൊണ്ട്. ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. എനിക്ക് നല്ല ആൾക്കാർ ഉള്ളിലാണെന്ന് തോന്നുന്നത് ഇരിക്കുന്നത്. അപ്പോൾ ശരി ഗൈസ്, ഇനി ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എന്നിട്ട് കാണിക്കാം. ഓക്കെ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സീറ്റാട്ടോ, 2 പേർക്ക് ഇരിക്കാൻ. ഇതിപ്പോൾ ഇതെന്താണെന്നറിയില്ല, ഇവരുടെ എനിക്കൊന്നും ഡ്രിങ്ക്സ് മെനു ആണ്. പിന്നെ ഇത് ഇവരുടെ നോർമൽ മെനു ആണ്. നോക്കാം എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത്. ഗൈസ് ഇത് കണ്ടില്ലേ, ഇതിപ്പം നമ്മളിത് റെസ്റ്റോറൻറ്റിൽ ഉള്ളിൽ കയറി, ഇതും പുറത്തൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ കണ്ടില്ലേ ഇപ്പം ഡൗൺ ടൗൺ ജസ്റ്റ് സൈഡിലാണ്. രസമുണ്ടല്ലേ. പിന്നെ ഒരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്, മെഡിറ്ററേനിയൻ സ്റ്റൈൽ മ്യൂസിക്. ഓരോ ടേബിൾസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രസമുണ്ട്. മൊത്തം ആംബിയൻസ് ഒക്കെ രസമുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം കേട്ടോ. ഇതിൻ്റെ പേര് ബീഫ് ഷവർമ. ഒരു ടാക്കോ ഒക്കെ പോലെ, അപ്പറ്റൈസർ രീതിയിൽ.